വിഷുവൊക്കെ ആയല്ലേ, നല്ലൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിയാലോ. 1.5 ഗ്ലാസ് സേമിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തത്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതലായിട്ടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം എന്ന് വെച്ചാൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ, കൂടുതലായിട്ടൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കും. ഇപ്പം കുറച്ച് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കവർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽമ പാലാണ് ഞാനിതിലേക്ക് എടുത്തത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് 1 പാക്കറ്റ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നത്. 2 പാക്കറ്റ് പാലാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 പാക്കറ്റ് 10 രൂപേൻ്റെ പാൽപ്പൊടിയാണ് ഇതിലേക്ക് ലൈറ്റ് ചൂടുവെള്ളത്തിൽ കലക്കിയതാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ മിൽക്കി മേഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പകരം പാൽപ്പൊടി ആയാലും മതി. കുറച്ച് ഏലക്കപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടി മുന്തിരി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അറിയാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും അറിയുണ്ടാവും പായസമൊക്കെ. ഇപ്പോൾ നല്ലോണം ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സേമിയയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള പായസം റെഡിയായി കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.